ഇപ്പം തന്നെ നോക്കൂ, നിങ്ങൾ കല്യാണം കഴിഞ്ഞ് വീടുകളിൽ പോകുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും പരസ്പരം ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്. കാരണം ഇനി അത് കൂടുകയുള്ളൂ. കാരണം ഈ കോളേജിൽ പഠിക്കുമ്പം പ്രേമം, സ്കൂളിൽ പഠിക്കുമ്പം പ്രേമം, കാരണം മൊത്തം പ്രേമത്തിലാണ് ജീവിതം. കാരണം അങ്ങനെയുള്ള സിനിമകളൊക്കെ കണ്ട്, പിന്നെ ഓവർ ഫ്രീഡം കൂടി കണ്ട്, ആൺകുട്ടിയുടെ കയ്യിൽ തോളിൽ കൈയിട്ടിട്ട് കോളേജിൽ നടക്കുന്ന പെൺകുട്ടികളും, മനസ്സിലായില്ലേ, പെൺകുട്ടിയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന ആൺകുട്ടികളുടെയും ചിത്രങ്ങളാണ് കോളേജിൻ്റെയൊക്കെ ഈ ഗ്രൂപ്പുകളിലും വാട്സാപ്പുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നെങ്കിൽ, ഇതൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവരെ ഒന്നും പരസ്പരം ഒരു ട്രസ്റ്റ് ഉണ്ടാവില്ല. കാരണം ഇവരുടെയൊക്കെ ഉള്ളിൽ വേറെ ബന്ധങ്ങളുണ്ടെന്ന, പ്രേമങ്ങളുണ്ടെന്ന ഒരു വിശ്വാസം പലപ്പോഴും അത് കുടുംബ ബന്ധത്തിൻ്റെ താളം തെറ്റിക്കുമ്പോൾ അത് പലരുടെയും മാനസികമായ സ്വസ്ഥ ജീവിതത്തെ താളം തെറ്റിച്ച് വലിയ ഡിപ്രഷനിലേക്കൊക്കെ ചിലർ പോകും. ഇനിയിപ്പോൾ ഇതൊന്നുമല്ല, നോർമൽ ലൈഫിൽ തന്നെ ഈ ധ്യാനമൊക്കെ പരിശീലിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ഭർത്താവ് ഭാര്യയൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ ദുരിതങ്ങളും ദുരന്തങ്ങളും ഓർക്കാപ്പുറത്ത് വരുമ്പോൾ അതൊന്നും താങ്ങാൻ പലർക്കും സാധിക്കില്ല. അവിചാരിതമായി ഉണ്ടാകുന്ന, കുട്ടികൾക്കുണ്ടാകുന്ന മരണങ്ങൾ, ചിലവർക്ക് ആക്സിഡൻ്റിലുണ്ടാകുന്ന മരണങ്ങൾ ഇല്ലേ, അതൊക്കെ ഉൾക്കൊള്ളാൻ പലർക്കും സാധിക്കില്ല. ഇപ്പം തന്നെ നിങ്ങൾ നോക്കൂ, ഇന്ത്യയിലും ലോകത്തിലും വലിയൊരു ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന വലിയൊരു സമൂഹമുണ്ട്. കാരണം ബിസിനസ് സാമ്രാജ്യം അങ്ങനെ അങ്ങോട്ട് കൂപ്പുകുത്തി വീണിരിക്കുകയാണ് പരടി. ഷെയർ മാർക്കറ്റൊക്കെ അങ്ങനെ തകർന്ന് തരിപ്പണായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക്, ഒരുപാട് പൈസ ഇട്ട് കളിക്കുന്ന ആളുകൾക്ക്, ആ പൈസ എടുത്തിട്ട് വേറെ കളിക്കുന്ന ആളുകൾക്ക് അവരെ കളിയൊക്കെ നിന്നു പോകുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇവിടെ തന്നെ കേരളം, നമ്മൾ കൊച്ചു കേരളം തന്നെ നോക്കൂ, എത്രയോ മലയാളികൾ എക്സ്പാർട്ടീസ് വിദേശത്തു നിന്ന് പ്രവാസികൾ തിരിച്ചു വരിക. അവിടത്തെയൊക്കെ അവരുടെ ജോലി, ഇവിടെ വലിയ ലോൺ എടുത്തിട്ടായിരിക്കും അവിടെ ജോലി കിട്ടിയാൽ അടച്ചു തീർത്ത് 10 രൂപ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പം അവരുടെയൊക്കെ കണക്ക് കൂട്ടൽ പലരുടെയും തെറ്റിയിട്ടുണ്ട്. ഇപ്പം തന്നെ എത്ര പേരാണ് വിദേശത്ത് മരിച്ചിരിക്കുന്നത് കേരളക്കാർ, സൗദി അറേബ്യയിലും അതുപോലെ UAE-യിലൊക്കെ. അപ്പം അവരുടെയൊക്കെ കുടുംബങ്ങളുടെയൊക്കെ അവസ്ഥ നോക്കൂ. അവരുടെ ഇൻകത്തെ ആശ്രയിച്ചായിരിക്കും ഈ കേരളത്തിലുള്ള കുടുംബം ജീവിച്ചു പോകുന്നത്. ഇനി എങ്ങോട്ട് പോകും, എന്തു ചെയ്യും എന്നുള്ള ഒരു പ്രതിസന്ധി, ഈ തരത്തിൽ ആത്മസംഘർഷമുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്നും സമൂഹത്തിൽ ഉണ്ടാകുമെന്നും, അതുകൊണ്ട് ഇതിനെ തരണം ചെയ്യാൻ എൻ്റെ മനസ്സിനെ ഞാൻ നേരത്തെ തന്നെ പ്രാപ്തമാക്കേണ്ടതുണ്ടെന്നും, ശരിക്കും പറഞ്ഞാൽ സ്കൂൾ ലെവലിൽ കുട്ടികളെ ഇത് പഠിപ്പിക്കണം. നമ്മൾ ഈ പറയുന്നത് വീടുകളിൽ അമ്മമാർ പഠിപ്പിക്കണം. നിങ്ങളൊക്കെ നിങ്ങളുടെ കൊച്ചു കുട്ടികളോട് പറയണം, ഡെയിലി കുറച്ചു നേരം നിവർന്നിരുന്ന് ഓങ്കാരമന്ത്രം ചൊല്ലുക എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ അതിൽ മനസ്സ് ലയിപ്പിച്ചുകൊണ്ട് ചൊല്ലുക, മനസ്സർപ്പിച്ചുകൊണ്ട് ചൊല്ലുക. സത്യത്തിൽ ഈ ചൊല്ലുന്നതിനല്ല കാര്യം മനസ്സിൻ്റെ ലയത്തിനാണ്. അതെപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്തോണം. ഈ ലയത്തിനാണ് പ്രാധാന്യം. ഈ രീതിയിൽ പരിശീലിച്ചു വരുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും പ്രതിസന്ധികൾ കുറേയൊക്കെ അവർക്ക് നേരിടാനുള്ളൊരു ഉൾക്കരുത്ത് ഉണ്ടാകുമെങ്കിൽ ധ്യാനം ഏത് പ്രശ്നത്തിനും ഒരു പരിഹാരം തന്നെയാണ്, അല്ലേ? അത് വെറുതെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അപകടമുണ്ട് അതിൽ. ഈ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ധ്യാനമുണ്ട്. കണ്ണടച്ചിട്ട് വെറുതെ മന്ത്രം ചൊല്ലുമ്പോൾ അവർ ധ്യാനം എന്ന് പറയും. അതല്ല ധ്യാനം. നാമം വെറുതെ ആവർത്തിക്കുന്നതല്ല ധ്യാനം. ധ്യാനം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. ധ്യാനം, ദി എന്നാൽ ശ്രദ്ധ, നം എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ അനേന അതിൽ തന്നെ അലിഞ്ഞു ചേരുക, നിശേഷം ലയിച്ചു ചേരുക. ധ്യാനം എന്ന വാക്കിൽ 2 അക്ഷരങ്ങൾ, ഒന്ന് ശ്രദ്ധയും 2 ലയവും. ഈ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതിൽ ലയിക്കുക എന്നതിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അത് പലരും ഈ തുടക്കക്കാർക്ക് മനസ്സിലാവില്ല. അവർ വെറുതെ ആവർത്തിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ അവർ പറയും, ഞാൻ ഇത്രയൊന്നും ആവർത്തിച്ചിട്ടും എൻ്റെ മനസ്സിന് യാതൊരു മാറ്റവും ഇല്ലയെന്ന്. കാരണം അവരാ ലയിക്കാത്തത് കൊണ്ട്, മനസ്സിനെ ലയിപ്പിക്കാത്തത് കൊണ്ട് ആ ധ്യാനത്തിൽ ഒരു ലഹരി, ഒരു സുഖം അവർക്ക്
കിട്ടുന്നില്ല. അതുകൊണ്ട് ധ്യാനം അടുക്കുന്നു. അപ്പോൾ കുറേ ദിവസം ധ്യാനം കഴിഞ്ഞാൽ അവർ ഞാനിപ്പം ചെയ്യാറില്ലേ, പണ്ട് ചെയ്തിരുന്നു. ഞാനിത് പറയാൻ കാരണം അനവധി ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ സുദർശന ക്രിയ എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ട് അതൊക്കെ കുറേ കഴിഞ്ഞാൽ അവർ നിർത്തിപ്പോയിട്ടുണ്ട്. കുറേ ആളുകൾ യോഗ ക്ലാസ്സുകൾക്ക് പോകും, അവിടെയും ധ്യാനമൊക്കെ പരിശീലിക്കും. പക്ഷേ കുറേ കഴിഞ്ഞാൽ അവർ നിർത്തിവെച്ച് പോയി. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കേണ്ടതാണ്, അതിൽ നിന്നൊരു ലഹരി അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ. ഇപ്പം കള്ളു കുടിക്കുന്നവന് ലഹരി കിട്ടുന്നതുകൊണ്ടാണല്ലോ വൈകുന്നേരം അവിടെ പോയി ക്യൂ നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു പെട്ടിക്കട, നമ്മളെ നാട്ടിൽ പെട്ടിക്കട എന്ന് പണ്ട് പറയും, ഇപ്പം തട്ടുകട. ഈ ഇപ്പം ബോംബെയിലൊക്കെ കാണാം, ഈ അവിടെയുള്ള ഈ റോഡ് സൈഡിലുള്ള റോട്ടിൽ വിൽക്കുന്ന ആളുകൾ പല സ്ഥലങ്ങളിലും, എല്ലാ ബാംഗ്ലൂർ കൽക്കത്തയിലൊക്കെ കാണാം, ഈ ടൗണിലൊക്കെ അവർ ഈ ബേൽപൂരി, അതുപോലെ തന്നെ ഒരു ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിക്കല്ലോ, പാനിപ്പൂരി. ഈ സാധനമൊക്കെ എനിക്കറിയില്ല, ഈ കുന്തൊന്നും ഞാനിതൊന്നും കഴിക്കാനും പോയിട്ടില്ല, അതുകൊണ്ട് എനിക്കത് പറയാനേ അറിയുള്ളൂ. ഈ കുന്തമൊക്കെ വാങ്ങിച്ച് പിള്ളേർ വൈകുന്നേരം ആകുമ്പം അതിങ്ങനെ വീണ്ടും കഴിക്കുന്നതിനാ അതിൻ്റെ ആ അതിലൊഴിക്കുന്ന ഒരു മസാലക്കൂട്ടിൻ്റെ ഒരു രുചിയുണ്ട്. കാരണം അവനത് നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയതാണ്, വേർത്തൊഴുകിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് അവരുടെ വീട്ടിലൊരിക്കലും കിട്ടില്ല. കാരണം അമ്മയ്ക്ക് ഇങ്ങനെയുള്ള ഈ കുക്കിംഗ് ഒന്നും അറിയാത്തത് കൊണ്ട് ഈ പിള്ളേരെന്താ ഈ പൊറോട്ട കഴിക്കാൻ പോകുന്നത്? കാരണം അതിനൊരു പ്രത്യേക രുചിയുണ്ട്. കാരണം ഇവൻ അടിച്ച് കുറേ കഴിഞ്ഞാൽ അവൻ അതിൽ നീന്തി കുളിക്കുന്ന അവസ്ഥ വരെ എത്തി. മനസ്സിലായില്ലേ? അതിൽ ഒരു പ്രത്യേക രുചിയുണ്ട്. ഈ രുചി അനുഭവിച്ചവൻ വീണ്ടും, നിങ്ങൾക്ക് കാണാം ബോംബെയിലൊക്കെ വീണ്ടും വൈകുന്നേരം ആകുമ്പം അവൻ പോയി ഇത് കഴിച്ചിട്ടുണ്ടാവും. കള്ളുകൂടിയനും ഇവന് വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ ഈ യോഗയുടെ കാര്യത്തിൽ വരുമ്പം ഒരാഴ്ച കഴിഞ്ഞ പിന്നെ അവൻ ആ വഴിയായിട്ട് ഒരു ബന്ധുവില്ല. അതെന്ത് പറ്റി? അപ്പം അതും തന്നെ മനസ്സിലാക്കണം, അവൻ അതിലൊരു രുചിയും ലയവും കിട്ടിയിട്ടില്ല. ഇത് ആർക്കോ വേണ്ടി അവൻ ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് യോഗ എന്നൊക്കെ പറഞ്ഞാൽ ചിലവാവാത്തത്. വയറ് വലിക്കാൻ യോഗ. അപ്പം വയറ് വലിക്കുക എന്നാണ് വയറ് പുറത്താണ് കിടക്കണതേ. ഈ പുറത്ത് കിടക്കുന്ന സാധനത്തിനെ അകത്തേക്കാക്കി തരാമെന്ന് പറഞ്ഞാൽ അപ്പം പിന്നെ ആൾക്കാരെ യോഗയുടെ പിന്നാലെയാണ്. കാരണം ഈ കഴിച്ചതെല്ലാം പുറത്ത് ചാടിയതിനൊക്കെ അകത്തേക്ക് ആക്കുമ്പോൾ ഒരു ഷേപ്പ് ഉണ്ടല്ലോ. കാരണം നല്ല ടൈറ്റുള്ള ഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് മാത്രം ഇങ്ങനെ കുമ്പളങ്ങ പോലെ മത്തം പോലെ ഇങ്ങനെ കിടക്കുമ്പോൾ അപ്പോൾ ആളുകൾ ചോദിക്കും എത്രാമത്തെ മാസമാണെന്നൊക്കെ ചോദിക്കും. ഒരു നാണക്കേടാണ് ആളുകൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഇതെങ്ങനെങ്കിലും ഒന്ന് ഉള്ളിലേക്കാക്കണം. വയറുള്ളിലേക്കാക്കാനുള്ള യോഗ 7 ദിവസം കൊണ്ട് നിങ്ങളുടെ വയറുള്ളിലേക്കാക്കൂ. എന്തിടിയായിരിക്കും അവിടെ എന്നറിയാം. നേരെ മറിച്ച് നിങ്ങൾ ശരിയായിട്ടുള്ളൊരു യോഗ, അഷ്ടാംഗ യോഗ പഠിപ്പിക്കാൻ പറഞ്ഞാൽ 3 കാരണവന്മാർ വരും. അവർക്കാണെങ്കിൽ കാലോട്ട് മടങ്ങൂല്ല, മടങ്ങിയ തൊട്ട് നിവരുമില്ല. അല്ലേ? ശരിയല്ലേ? അഷ്ടാംഗ യോഗത്തിൻ്റെ ക്ലാസ്സിന് ഒരു മനുഷ്യൻ വരില്ല. ഇവിടെ ഇപ്പം എന്താ നോക്കൂ, നിങ്ങൾ എത്ര പേര് പോകുന്നുണ്ട് യോഗയ്ക്ക്? എന്നാൽ വെറുതെ ബോർഡ് വെച്ചാൽ മതി, പുറത്ത് ചാടിയതെല്ലാം അകത്തേക്ക് ആക്കി തരാം എന്ന് പറഞ്ഞാൽ ആളുകൾ എങ്ങനെങ്കിലും അത് ആദ്യം ചോദിക്കും, ടീച്ചറെ എത്ര ദിവസം എടുക്കുന്നു? ആദ്യം അവർക്ക് അറിയണം എത്ര ദിവസം കൊണ്ട് ഇത് അകത്തേക്കാവുന്ന. അങ്ങനെ അവരോട് പറയാം, വെറും 4 ദിവസം മതി. 4 ദിവസത്തെ വിടുന്ന മെനക്കെടാന്നുള്ളത്. ഈ തരത്തിലുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലേ? ശരിയല്ലേ? ഇത് ആളുകൾക്കെല്ലാം അവരുടെ ചില പ്രശ്നങ്ങളെ തീർക്കാനാണ് ഇതെല്ലാം. അത് ഒരിക്കലും ഈ ജീവിതത്തിൽ ഒരു മുന്നോട്ട് അവരെ കൊണ്ടുപോവില്ല. അപ്പം അതുകൊണ്ട് ധ്യാനം എന്നത് നമുക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം പലരും തുടരാത്തത്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് അത് എപ്പോഴും അറിയണം. ലയമാണ് ധ്യാനം. ഇപ്പം നിങ്ങൾ എപ്പോഴൊക്കെ ധ്യാനിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ലയം ഉണ്ടെങ്കിൽ മാത്രമേ അത് ധ്യാനമാവുള്ളൂ എന്ന ഒരു അറിവ് നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ചു നിർത്തിയാൽ, നിങ്ങളുടെ മനസ്സ് എപ്പോഴെങ്കിലും ചെതറിപ്പോകുന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ പറയണം, ഉള്ളിൽ അങ്ങനെ ധ്യാനിച്ചിട്ട് കാര്യമില്ല, ലയിപ്പിക്കാൻ തന്നെ പരിശീലിപ്പിക്കണം. അപ്പം ഈ ലയം പരിശീലിക്കുമ്പോൾ തുടക്കത്തിലൊക്കെ മനസ്സ് സഹകരിക്കില്ല. കാരണം വാസനകൾ അതിനെ അസ്വസ്ഥമാക്കും. അപ്പം നമ്മൾ ഓങ്കാരാദി പ്രണവാദി പരിശീലനത്തിലൂടെ മനസ്സിനെ ഒന്ന്
കെട്ടടക്കി കൊണ്ടുവന്ന് ഈ ഒരു ലയത്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിയാൽ, ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ സ്വല്പമഭി, ഈവൻ സ്വല്പം കിട്ടിയാൽ തന്നെ പിന്നെ നമുക്ക് ഈ തീ പിടിക്കുന്ന പോലെയാണ് പടക്കത്തിനൊക്കെ. ഒരു സ്പാർക്ക് അടിച്ചാൽ പിന്നെ അത് കത്തിപ്പൊട്ടിക്കൊള്ളും എന്നതുപോലെ ഈ മനസ്സും ആ രസത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയിക്കോളും. ഇപ്പം രസത്തിൻ്റെ ഒരു തുമ്പ് പിടികിട്ടിയാൽ പിന്നീട് ആവർത്തിക്കും തോറും അതേ തുമ്പിൽ തന്നെയല്ല നിൽക്കുന്നത്, വീണ്ടും വീണ്ടും രസോ വൈ സഹ രസം ലബ്ധ്വ ആനന്ദീഭവതി. ഈ രസം ഒരു ആഴം കൂടുന്തോറും ആനന്ദമായി തീരുമ്പോൾ അതൊരു പരിപൂർണ പരിവർത്തനമായി മാറും. ഈ തരത്തിൽ ഇവിടെ ജീവിതത്തിൽ ഭാര്യയും മക്കളും വീടും പറമ്പും സ്വത്തും ഒന്നും നമ്മളെ പ്രശ്നമുണ്ടാക്കുന്നില്ല. പ്രശ്നമുണ്ടാക്കുന്നത് നാം അതിനെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയുന്നതാണ്, അസ്വസ്ഥരാകുന്നതാണ്. എല്ലാവരും പറയും പ്രാരബ്ധം, സംസാരം എല്ലാം മക്കളൊരു ഭാരമായി കാണുന്ന എത്രയോ പേരുണ്ട്. കുടുംബജീവിതം ഒരു പ്രയാസമായി കാണുന്നവരുണ്ട്. ഉണ്ടോ? പറയൂ. ഇപ്പോൾ പലരും ആഘോഷിക്കുകയാണ് ഈ കൊറോണ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ ഭർത്താവ് മാസ്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഭഗവാനെ ഇപ്പോഴെങ്കിലും കൊറോണ വന്ന് നന്നായല്ലോ എന്ന്. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഇതൊരിക്കലും അഴിക്കരുത് നീന്ന്. നല്ല ടൈറ്റുള്ള മാസ്കാണ് കൊണ്ടു കൊടുത്തിരിക്കുന്നത്. എന്തിനാണത്? ഭാര്യ വായ തുറക്കാതിരിക്കാൻ. അപ്പം ആലോചിച്ച് നോക്കൂ, കൊറോണ ആഘോഷിക്കുകയാണ്. അപ്പോൾ ഈ കൊറോണ വന്നത് ചിലരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിട്ട് കാണുന്നവരുണ്ട്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഭാര്യയോട് പറഞ്ഞിരിക്കുകയാണ്, നല്ല ടൈറ്റുള്ളത് നീ അഴിക്കുകയേ ചെയ്യരുതെന്ന്. കൊറോണ പറന്നു വന്ന് നിൻ്റെ വായ കയറുന്നതാണ്. അത്ര ശക്തിയാണ് അത്ര കൊറോണയ്ക്ക്. ഭാര്യയാണെങ്കിൽ അത് കേട്ടിട്ട് ശ്വാസം മുട്ടി മരിക്കുന്ന വിചാരിച്ചിട്ട് അഴിച്ചിട്ടേ ഇല്ല. പിന്നെ അവർ മിണ്ടാട്ടവും ഇല്ല. ഭർത്താവ് പറയാണ്, ഈ കൊറോണയ്ക്ക് കുറച്ച് ചെറുപ്പത്തിൽ വന്നിരുന്നെങ്കിൽ എൻ്റെ കുടുംബജീവിതം എത്ര നന്നായിരുന്നു എന്നുള്ളത്. ഈ തരത്തിൽ മനുഷ്യന്മാരാഘോഷിക്കുകയാണ് കൊറോണ. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓരോരുത്തരും ജീവിതത്തിൽ ദുരിത ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവരെ കുറ്റവും പറഞ്ഞ് അല്ലെ അങ്ങനെ ജീവിച്ചു പോകുന്നവരാണ്. നിങ്ങൾ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ നോക്കൂ, നിങ്ങൾ എല്ലാവർക്കും സങ്കടമേ പറയാനുള്ളൂ. മകന് ജോലി ആയിട്ടില്ല, മകൾ കെട്ടിയത് ശരിയായില്ല, എൻ്റെ കാലിന് മുട്ടിന് ശരിയില്ല, അവർക്കത് ശരിയില്ല, ലോൺ പാസ്സായിട്ടില്ല, ഇനി ഉള്ള ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നങ്ങളാണ്. ഇനി കല്യാണം കഴിച്ച് സുഖമായിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ അപ്പോഴും അവർക്ക് പരാതിയാണ്, കുഞ്ഞുങ്ങളായിട്ടില്ല, ആയ കുഞ്ഞുങ്ങൾ നേരെയിട്ടില്ല. എൻ്റെ ദൈവമേ, ഇതിനൊരു അവസാനമുണ്ടോ? പറയൂ. ഇവിടെ എറണാകുളത്തു നിന്ന് കുറച്ച് പേര് ഇവിടെ വന്നു. അവരിവിടുത്തെ ഇതൊക്കെ കൂടെ കണ്ടിട്ട് പറയാണ്, ഒരാഴ്ച ഞങ്ങളിവിടെ താമസിച്ചാലോ എന്ന്, ഇവിടെ ഉള്ളവരെ ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് പറഞ്ഞയച്ചാലോ എന്ന്. കാരണം ഇവിടെ എങ്ങനെ നടക്കാം, ഇവിടെ എങ്ങനെ സുഖമായിട്ടിരിക്കാം. അവിടെയാണെങ്കിൽ അവർക്ക് ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ആർക്കെങ്കിലും ഒരാൾക്ക് കൊറോണ പിടിച്ചു പറഞ്ഞാൽ ഹോൾ ബിൽഡിംഗ് അവർ സീൽ ചെയ്ത് കളയും. അപ്പോൾ ആ ബിൽഡിങ്ങിലേക്ക് പിന്നെ ഒരാൾക്കും വരാനും പറ്റില്ല, ബിൽഡിങ്ങിലുള്ളവർക്ക് പോകാനും പറ്റില്ല. എന്തൊരു കഷ്ടം നോക്കുക അവരുടെയൊക്കെ അവസ്ഥ. ഇവിടെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഒന്നൊരാൾ ചോദിക്കുക, ഇവിടുത്തെ ആളുകൾ ഞങ്ങളുടെ വീട്ടിൽ പോകും ഒരാഴ്ച എന്ന്. എന്നാൽ ഞങ്ങൾക്കൊരാഴ്ച ഇവിടെ വന്ന് കൂടായിരുന്നു, കാരണം നല്ല ശുദ്ധമായി ശ്വസിച്ച് ഇവിടെ ഇരിക്കാമല്ലോ എന്നുള്ളത്. എന്ന് പറഞ്ഞ പോലെയാണ്, ദുഃഖിക്കാൻ നമുക്ക് 100,000 കാരണങ്ങളുണ്ടാകും. പക്ഷേ എല്ലാറ്റിനും ഒറ്റ അടികളും മരുന്ന്, ഒരൊറ്റ അമ്പേ ഉള്ളൂ, ചിന്തയാണ് ദുഃഖം. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ, ചിന്ത ബോധത്തിൻ്റെയാണ്. ചിന്ത ഒരിക്കലും ദുഃഖിക്കുന്ന ഒരു വിഷയത്തിൻ്റെയും അല്ല. കഴിഞ്ഞു, ക്ലോസ്ഡ്. ഈ ഒരു മറുമരുന്ന് നമുക്ക് വേണ്ട സമയത്ത് വേണ്ട സ്ഥലത്ത് വേണ്ടതുപോലെ പ്രയോഗിക്കാൻ ആരുടെ ബുദ്ധിക്ക് സാധിക്കുമോ അവരെ അസ്വസ്ഥമാക്കാൻ ഒരു തരത്തിലും അവരെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് സാധ്യമല്ല. ഇത് നമുക്ക് സാധിക്കും എന്ന് തെളിയിക്കുന്ന ഒരു ഗംഭീര ശ്ലോകമാണ് ഈ പറഞ്ഞ മത്പ്രാണനും പരനും ഒന്നെന്ന് ഉറപ്പ് ആർക്കുണ്ടോ, ആർക്കീ ഉറപ്പുണ്ടോ, പ്രാണദേഹവും അനിത്യം കളത്രതനം.
അപ്പം ഇതൊക്കെ അനിത്യമാണെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ല എന്നുള്ളതല്ല, ഇതൊന്നുമല്ല എന്നെ നിലനിർത്തുന്നത്. എന്നെ, ഞാനാകുന്ന ബോധചിന്തയെ ഇതൊന്നുമല്ല നിലനിർത്തുന്ന. അപ്പം ഞാൻ അതിനെക്കുറിച്ച് അസ്വസ്ഥനാവേണ്ട കാര്യമെന്തുണ്ട്? അതല്ലല്ലോ എന്നെ നിലനിർത്തുന്നത്. പിന്നെ എൻ്റെ മനസ്സിനെ നിലനിർത്തുന്ന ബോധത്തിന് എന്നെ വേറെ ചിന്തയിലേക്ക് തിരിച്ചുവിടാനുള്ളൊരു കഴിവുണ്ട്. അപ്പം എനിക്ക് എന്തുകൊണ്ട് അതിലേക്ക് തിരിച്ചുവിടാം? അപ്പോൾ അവിടം കൊണ്ട് തീർന്നു സകല ദുരിതങ്ങളും. അങ്ങനെ ദുരിതം ഉള്ളിൽ തീർന്നാൽ ദുരിതം പുറത്ത് തീരുമോ? പുറത്ത് ദുരിതം തീർന്നിട്ട് എങ്ങനെ മനുഷ്യൻ പോവും? അതൊന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. എല്ലാ ദുരിതങ്ങളും തീർന്നാലും പ്രകൃതി ദുരന്തങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. അപ്പം മനുഷ്യൻ എന്തൊക്കെ കോട്ടകളും സാമ്രാജ്യങ്ങളും കെട്ടിയാലും ഇതൊക്കെ പ്രകൃതിയെ ആശ്രയിച്ച് നിൽക്കുന്നത്. പ്രകൃതിക്ക് താളം തെറ്റിക്കാൻ നിമിഷങ്ങളെ വേണം. അപ്പം പിന്നെ ഇതിനെ ഓർത്ത് നമ്മുടെ കയ്യിലില്ലാത്തതിനെ, നിയന്ത്രണത്തിലില്ലാത്തതിനെ ഓർത്ത് അസ്വസ്ഥപ്പെടേണ്ട പറയൂ ഒരു കാര്യമില്ല. നിങ്ങളുടെ കയ്യിലില്ലാത്തത്, നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണ്? നിങ്ങളുടെ ചിന്തയാണ്. അതിനെ വേണമെങ്കിൽ നോക്കൂ, നിങ്ങൾ തന്നെ ചെയ്യുന്ന പണിയാണ്. നിങ്ങൾക്ക് ആർത്തി മൂത്ത് നിങ്ങൾ ചക്ക കുറേ കഴിച്ചു, 1 2 കഴിച്ചാൽ മതി. പക്ഷെ ആർത്തി കൊണ്ട് ഒരു 10-15 എടുത്ത് വാരി കഴിച്ചു. ഇതെല്ലാം കൂടി വയറിൽ ഗ്യാസായി ഗുളു എന്ന് പറഞ്ഞിട്ട് വയറിന് വേദനയും പ്രശ്നങ്ങളായി. ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നാട്ടുകാരോടൊക്കെ പറഞ്ഞ് നടക്കാൻ തുടങ്ങി. എന്ത്? വയറിന് സുഖമില്ല. ആരുണ്ടാക്കി വെച്ചു? ആരുണ്ടാക്കി വെച്ചു? എന്നാൽ പിന്നെ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കണോ? നമ്മുടെ വയറ് നമ്മൾ തന്നെ കേടുവരുത്തിയിട്ട് മൊത്തം നാട്ടുകാരോട്, മനസ്സിലായില്ലേ? ഈ തരത്തിലാണ് മനുഷ്യൻ്റെ കുട്ടികൾ അച്ഛനോടോ അമ്മയോടോ ഒന്ന് പറയും എൻ്റെ വയറ് കേടുന്നു. ആര് കഴിക്കാൻ പറഞ്ഞു നിന്നോട് ഇതൊക്കെ? ഇനിയിപ്പോൾ അതെന്താ പറഞ്ഞിട്ട് കാര്യം? അതാണ് ഈ തരത്തിൽ നമ്മൾ തന്നെ ഓരോ വേണ്ടാത്ത ചിന്തകൾ തലയിൽ കയറ്റി വെച്ച് എന്നിട്ട് നമ്മൾ തന്നെ ദുരിതം അനുഭവിക്കുന്നതിന് നമ്മളല്ലേ ഉത്തരവാദി. അതുകൊണ്ട് ഇതൊരു തിരിച്ചറിവാവട്ടെ. സ്വപ്നാദിയിൽ പലത് കണ്ടുണർന്ന്, അപ്പം നമ്മൾ സ്വപ്നത്തിൽ നിന്നും ഉണരുക. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാലേ സ്വപ്നം മുഴുവൻ സ്വപ്നമായിരുന്നു എന്ന് അറിയുന്നത്. അതുവരെ സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാണ്. ഇതുപോലെ നേരത്തെ പറഞ്ഞ ധ്യാനത്തിലൂടെ, എന്താ ധ്യാനം? ഞാൻ ബോധചിന്തയാണ്, ഞാൻ ബോധത്തിൻ്റെതാണ്, ഞാനൊരിക്കലും ഞാൻ ചിന്തിക്കുന്ന എന്ത് ഉണ്ടോ, അത് സ്വത്താവട്ടെ, പണമാവട്ടെ, ഭാര്യയാവട്ടെ, ഭർത്താവ്, എന്തൊക്കെയാണോ ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ അതിൻ്റെ ഒരു ഭാഗമല്ല എന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുന്നതിനെയാണ് ഉണരുക എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ ഈ ഉണർവ് വന്നവന് പിന്നീട് അവൻ്റെ ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരുന്നതൊന്നും അലട്ടുന്നില്ല. ഏതുപോലെ? സ്വപ്നത്തിൽ അലട്ടിക്കൊണ്ടിരുന്നതെല്ലാം സ്വപ്നത്തിൽ നിന്നും ഉണരുമ്പോൾ അലട്ടുന്നില്ല എന്നതുപോലെ നാം ഈ പറഞ്ഞ ധ്യാന ചിന്തകളെ കൊണ്ട് ഒന്ന് ഉണരണം. അപ്പം സ്വപ്നത്തിൽ നാം താനെ ഉണരുന്നു. ഇവിടെ നമ്മൾ പ്രയത്നിച്ചുകൊണ്ട് പരിശീലിച്ചുകൊണ്ട് ഉണരണം. അപ്പം ഇവിടെയും ഒരു ഉണരലുണ്ട്. ഈ ഉണരൽ ധ്യാനത്തിൻ്റെ പരിശീലനത്തിലൂടെ മാത്രമേ ഉണരാൻ സാധിക്കുള്ളൂ. ഈ പരിശീലനം നിങ്ങൾ ചെയ്യാൻ തയ്യാറുണ്ടോ? പ്രശ്നങ്ങൾക്കൊരു പരിഹാരവും ഇവിടെ കണ്ടെത്താൻ സാധിക്കും. ഇപ്രകാരം പറഞ്ഞു, അങ്ങനെ എന്നെ അനുഗ്രഹിക്കുക, നാരായണായ നമഃ. ഇനി അടുത്ത ശ്ലോകത്തിൽ, ഇനി ഇവിടെ മുതൽ മാറുകയാണ്. ഹരിനാമകീർത്തനത്തിന് മറ്റൊരു ഡയറക്ഷൻ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുവരെയുള്ള ഈ ശ്ലോകങ്ങളെ ഒന്ന് അവലോകനം ചെയ്താൽ 5 മുതൽ ഇതുവരെ നമ്മൾ ചൊല്ലിയ ശ്ലോകങ്ങൾ, നിങ്ങളതിൽ പുസ്തകം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ മത്പ്രാണനും പരനും എന്നത് 5ാമത്തെ ശ്ലോകം മുതൽ, ഹരിനാമകീർത്തനത്തിലെ 5ാമത്തെ ശ്ലോകം മുതൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹരിശ്രീ ഗണപതയേ നമഃ എന്ന ഒരു മന്ത്രത്തിൻ്റെ വ്യാഖ്യാനമായി നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഹരിനാമകീർത്തനം ഇതുര ചെയ്വതിന്, അതിൽ ഹരി എന്നുള്ളതുണ്ട്. പിന്നെ ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി, ശ്രീ ഹരി ശ്രീ. പിന്നെ ഗർഭസ്ഥനായി ഗ. പിന്നെ ഗ ഹരിശ്രീ ഗ ണ ണത്താരിൽ മാനിനി. പിന്നെ അടുത്തത് ഗ ണ പ. അടുത്തത് എന്താണ്? പച്ചക്കിളി പവിഴം, പ വന്നു. പിന്നെ അടുത്തത് ഗ ണ പ ത. പിന്നെ തത്വത്തിലുള്ളിലുദയം. പിന്നെ ഗ ണ പ ത യേ. എൻ പാപമൊക്കെ അറിയാൻ ചിത്രഗുപ്തനുടെ. അടുത്തത് നത്താരിൽ മാനിനി അല്ലേ? നക്ഷത്രപംക്തികളും ഉദിപ്പും ദിവാകരനും ന. പിന്നെ മത് പ്രാണനും. അതാണ് ഇപ്പം നമ്മൾ ചൊല്ലി അവസാനിപ്പിച്ചത്. അപ്പം നോക്കൂ, ഹരിശ്രീ ഗണപതയേ നമ എന്ന മന്ത്രത്തിൻ്റെ ഒരു വ്യാഖ്യാന രൂപത്തിലുള്ള ശ്ലോകങ്ങളാണ് ഇത്രയും ശ്ലോകങ്ങളിലൂടെ ഹരിനാമകീർത്തനത്തിൽ രചിച്ചു വച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? മനസ്സിലാക്കി വെച്ചിട്ടുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് ഈ നത്താരിൽ മാനിനി എന്നൊക്കെയുള്ള ശബ്ദങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ, ഹരിശ്രീ ഗണപതിയാണ്. അപ്പോൾ എന്താണ് അർത്ഥം അതിൻ്റെ? ഹരി ശ്രീ. ഹരി എന്നാൽ ബോധം, ശ്രീ എന്നാൽ പ്രകൃതി. ഹരി എന്നാൽ ബോധം, ശ്രീ എന്നാൽ പ്രകൃതി. ഇത് രണ്ടും മാത്രമേ ഇവിടെ ഉള്ളൂ, ഹരിയും ശ്രീയും. ഹരി എന്ന വാക്കിൻ്റെ അർത്ഥം എങ്ങനെയാണ് ബോധം എന്ന് പറയുക? ഹരി എന്നതിന് ഹരിക്കാൻ സാധിക്കാത്തത്, ഹരിക്കാൻ പറ്റാത്തത്. ഇവിടെ ഹരിക്കാൻ പറ്റാത്തതിലാണ് എല്ലാം ഹരണവും നടക്കുന്നത് എന്ന് പറഞ്ഞാൽ നിരീക്ഷകൻ ഹരിക്കപ്പെടുന്നില്ല, നിരീക്ഷിക്കപ്പെടുന്നത് ഹരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഉണ്ടായി നിലനിന്ന് അപ്രത്യക്ഷമോ, അതിനെയാണ് ഹരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിരീക്ഷകനായ ബോധത്തിൽ നിരീക്ഷിക്കപ്പെടുന്ന പ്രകൃതിയാണ് ഹരിയും ശ്രീയും. ഈ ഹരിശ്രീ എന്ന് പറയുന്ന ഈ തത്വം ഗണപതയേ നമ എങ്ങനെ നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റും? ഗണപതി, ഗണങ്ങളുടെ പതി. ഇപ്പം ഇവിടെ ഗണം എന്നതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗണപതി എന്നുള്ള ദൈവത്തെ അല്ല കാണുന്നത്. ഗണം എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നാണ് അർത്ഥം. ഈ ഗണത്തെ, ഈ എന്താ പറയുക, ഹരിശ്രീയെ നമുക്ക് എങ്ങനെയാണ് സാക്ഷാത്കരിക്കാൻ പറ്റുക? കൂട്ടങ്ങളുടെ പതിയായിട്ട്. കൂട്ടങ്ങളുടെ പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ കൂട്ടങ്ങളാണ്. 5 പഞ്ചഭൂതങ്ങളുടെ കൂട്ടമായതുകൊണ്ടാണ് ഇതിനെ പ്രപഞ്ചം എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മുടെ ശരീരം മൊത്തം പലതും കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ഏതൊക്കെ? 5 ഇന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 പ്രാണൻ. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വച്ചിരിക്കുന്നത് പതി ആരാണ്? ബോധ ചിന്തകൾ. ഞാൻ പറഞ്ഞു, ചിന്തകൾ ഉണ്ടെങ്കിലേ ഇതെല്ലാം ഉള്ളൂ. ചിന്തയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ശരീരം ഉണ്ടാകുന്ന പ്രശ്നമില്ല. ഈ ബോധചിന്തകളാണ് ഇതിനെയൊക്കെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അപ്പം ഗണപതി ഇതിനെ കൂട്ടിച്ചേർത്ത ചിന്തകൾക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റിയത്, നിലനിൽപ്പ് കൊടുത്തത് ആരാണ്? ബോധമാണ്. അപ്പം നമ്മൾ അങ്ങനെ പുറകോട്ട് പോകുമ്പം വലിയ പതി ആരാണ്? ഗണങ്ങൾക്കും പതി ആരാണ്? ബോധമാണ്. അപ്പോൾ എന്തിനാ ഇങ്ങനെ പറയണ ഗണപതി എന്ന് പറഞ്ഞാൽ ഈ ഗണങ്ങളിലൂടെ വേണം നമ്മൾ അവസാനം പതിയായ ബോധത്തിലേക്ക് എത്താൻ. ശ്രദ്ധിക്കുക, നിങ്ങൾക്കത് പിടികിട്ടണമെങ്കിൽ ഗണങ്ങളുടെ പതി. ഇപ്പം കൂട്ടിച്ചേർത്തിട്ടാണ് എല്ലാം നിൽക്കുന്നത്. ഇപ്പം മനസ്സും പ്രാണനും കൂട്ടിച്ചേർത്തത് കൊണ്ടാണ് നമുക്ക് ഈ ശരീരം ജീവനോടുകൂടി ഉള്ളതായി തോന്നും. മനസ്സും പ്രാണനും കൂടിച്ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ്. എന്നാൽ എപ്പോൾ ഈ മനസ്സും പ്രാണനും ബന്ധം വേർപെട്ടു പോയോ പിന്നെ ഇതിന് കൂട്ടിച്ചേർന്ന് നിൽക്കാൻ പറ്റില്ല. ഈവൻ മനസ്സ് കെട്ടടങ്ങിയാൽ പോലും നമുക്ക് കൂടിച്ചേർന്ന് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ് നമ്മൾ ഇതിലൂടെ കാണേണ്ടത്? നാം ബോധത്തിലേക്ക് എത്താനും ഒരു കൂട്ടിച്ചേർപ്പ് വേണം.
പ്രകൃതിയിലേക്ക് വന്നത് കൂട്ടിച്ചേർത്തത് കൊണ്ടാണെങ്കിൽ തിരിച്ച് ഹരിയിലേക്ക് എത്താനും ഒരു കൂട്ടിച്ചേർത്ത് കൊണ്ട് വേണം. അതാണ് നമ്മൾ ചെയ്യുന്ന പ്രാണായാമവും പ്രണവവും. ഇത്തരം മന്ത്രങ്ങളിലൂടെ മനസ്സിനെ കെട്ടടക്കി മനസ്സിനെ ലയിപ്പിച്ച് അതിൽ കൂടിച്ചേർന്ന് അവസാനം നമ്മൾ ബോധത്തിരിക്കുന്നു. അപ്പം ഇങ്ങോട്ട് വന്നതും കൂട്ടിച്ചേർത്തിട്ടാണ്, അങ്ങോട്ട് പോകേണ്ടതും കൂട്ടിച്ചേർത്തിട്ടാണ്. അപ്പം ഗണങ്ങളോട് കൂട്ടിച്ചേർത്ത് കൊണ്ട് തിരിച്ചു പോവുക. ഗണം എന്നതിന് മറ്റൊരർത്ഥമുണ്ട്. ഗണം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക. കണക്കിൽ നമ്മൾ ഗണനപ്പട്ടിക അങ്ങനെയല്ലേ പറയുക? ഗണനപ്പട്ടിക എന്ന് പറഞ്ഞാൽ കൂട്ടലും കിഴിക്കലും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അതിനെ ഗണിക്കുക എന്നൊക്കെ നമ്മൾ കണക്കിൽ പറയാറുണ്ട്.